السلام عليكم ورحمة الله. الحمد لله نحمده ونصلي على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. അഭിവന്ദരായ അധ്യക്ഷൻ KT ഹംസ മുസ്ലിയാർ അവരുടെ ഈ സ്റ്റേജിൽ ഉപവിട്ടരായ മുസക്കോയ മുസ്ലിയാർ അവരുടെ മറ്റ് പണ്ഡിതന്മാര്, സാദാത്യങ്ങളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ബിരുദധാരികളെ, ഈ മനോഹരമായ സന്ധ്യ 25 പണ്ഡിതന്മാർ, വാഫി സനദ്, ബഹുമാനപ്പെട്ട CIC റക്ടർ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അവരുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി നമ്മുടെ സദസ്സിനെ അലങ്കരിച്ചിരിക്കുകയാണ്. ശംസുൽ ഹുദ, ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ഇവിടെ നിങ്ങൾക്കായും മുസ്ലിം സമുദായത്തിനായി ഒരുക്കിയ പണ്ഡിതന്മാരുടെ ഒരു നിരയാണ് എന്റെ മുമ്പിൽ കാണുന്ന ഈ 25ഓളം വരുന്ന ചുറുചുറുക്കുള്ള ചുണക്കുട്ടികളായ യുവ പണ്ഡിതന്മാർ. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് എന്ന വേദി, അതിനാണ് CIC എന്ന് പറയുക. അതിന്റെ റക്ടറാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ. ഇന്ന് കേരളത്തിൽ 50ഓളം സ്ഥാപനങ്ങൾ അതിന്റെ സിലബസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 50ഓളം വരുന്ന വിദ്യാലയങ്ങൾ, സ്ഥാപനങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറ്റവും ഉന്നതമായ ഒരു സ്ഥാപനമാണ് ഈ വെങ്ങപ്പള്ളിയിലെ ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി എന്ന ഈ സ്ഥാപനം. അത് മുസ്ലിം മഹത്തായ സംഭാവനയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നന്ദിയാണ് ഈ പണ്ഡിതന്മാർ മുസ്ലിം കേരളത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. മതവിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല. ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസത്തിനും തടസ്സമല്ല എന്ന്. മതവിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസം തടസ്സമാകാറുണ്ട്. പക്ഷേ അത് തടസ്സമായിക്കൂടാ. അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസത്തിനും തടസ്സമാകാത്ത രീതിയിൽ രണ്ടും ഒരു തുലാസിന്റെ പടി പോലെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിജ്ഞാനത്തെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. ഒരു തുലാസിന്റെ 2 തട്ട്. അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയവരാണ് ഈ കാണുന്ന നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ പണ്ഡിതന്മാർ. അവർക്ക് കാലത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയും. കാലത്തോടൊപ്പം അവർക്ക് സഞ്ചരിക്കാൻ കഴിയും. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ കാലത്തെ മറന്നവരായിരുന്നില്ല, കാലത്തോടൊപ്പം സഞ്ചരിച്ചവരായിരുന്നു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി, ഇമാം അബൂബക്കർ റാസി, ഇമാം ഫഖ്റുദ്ദീൻ റാസി, ഈ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം തന്നെ അവരുടെ കാലഘട്ടങ്ങളിൽ വിജ്ഞാനം കൊണ്ട് ലോകത്തിന് മുമ്പിൽ വിപ്ലവാത്മകമായ അന്തരീക്ഷം ാണെന്ന് ചരിത്രം പഠിച്ചവർക്കെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അരിസ്റ്റോട്ടലിയൻ തിയറിയെ ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്തൊരു കാലത്ത് 2000 വർഷത്തോളം ചോദ്യം ചെയ്യാതെ കണ്ട് അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോവിന്റെയും സോക്രട്ടീസിന്റെയും സിദ്ധാന്തം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഈ ഗ്രന്ഥം അറബിയിൽ നിന്ന് എഴുതുകയുണ്ടായി. കാരണം 2000 വർഷത്തോളം ചോദ്യം ചെയ്യാതെ അംഗീകരിച്ച അരിസ്റ്റോട്ടലിയൻ തിയറിയും പ്ലേറ്റോവിന്റെ സിദ്ധാന്തങ്ങളും
സോക്രട്ടീസിന്റെ സിദ്ധാന്തങ്ങളും എല്ലാം തന്നെ പെട്ടെന്നൊരു അട്ടിമറി നടത്തി മുഴുവനും തന്നെ തകർത്തിരിക്കുന്നു. ആരാണിതിന് ധൈര്യത്തോടുകൂടെ മുന്നോട്ട് വന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഈ ഗ്രന്ഥമെഴുതിയത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലിയാണ് എന്ന്. ഇമാം ഗസാലിയാണ് എന്ന് അദ്ദേഹത്തിന് എങ്ങനെ അരിസ്റ്റോട്ടലിയൻ തിയറി ഖണ്ഡിക്കാൻ കഴിഞ്ഞു, പ്ലേറ്റോവിന്റെ സിദ്ധാന്തത്തെ മറിച്ചിടാൻ കഴിഞ്ഞു, ഖുർആനിന്റെയും ഹദീസിന്റെയും വീക്ഷണത്തിലൂടെ കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു? അദ്ദേഹം അരിസ്റ്റോട്ടലിയൻ തിയറി പഠിച്ചതുകൊണ്ടാണ്. വാസ്തവത്തിൽ അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോവിന്റെയും സിദ്ധാന്തങ്ങൾ അക്കാലത്തെ ഗ്രീക്ക് ഭാഷയിലാണ്, യവന ഭാഷയിലാണ്, ഹിബ്രു ഭാഷയിലാണ്. നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ ആ ഭാഷ പഠിച്ചു. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ആ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ അതിനെ മുഴുവനും തന്നെ നേരിട്ടുകൊണ്ടിട്ട് ഈ ദീനിനെ നിലനിർത്താൻ അവരിവിടെ മുന്നോട്ട് വരികയും ചെയ്തു. ചരിത്രത്തിലൂടെ ഒരു വലിയ സഞ്ചാരം നടത്തുകയാണെങ്കിൽ ഇവിടെ വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിത്തിരിച്ചവർ നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരായിരുന്നു. രസതന്ത്ര ശാസ്ത്രത്തിന് ഊടും പാവും നൽകിയ ഖവാരിസ്മിയും ഗണിതശാസ്ത്രത്തിന്റെ ചക്രവർത്തിയായ ജാബിർ ഇബ്നു ഹയ്യാനും അരിസ്റ്റോട്ടലിയൻ തിയറിയെ പൊളിച്ചെഴുതിയ ഇമാം ഗസാലിയും വൈദ്യശാസ്ത്രത്തിന് മുഖവര തയ്യാറാക്കിയ ഇബ്നു സീനയും ചരിത്രത്തിന് ശാസ്ത്രീയ രീതി പഠിപ്പിച്ചുകൊടുത്ത അല്ലാമ ഇബ്നു ഖൽദൂനോ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നൊരു വാഹനം ഇവിടെ നിർമ്മിക്കണം, അതായത് വിമാനം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച അബ്ബാസ് ഇബ്നു ഫർസാനിയും അതുപോലെ തന്നെ സർജറിയുടെ പിതാവായ അബുൽ ഖാസിം അശ്ശൈറാബിയും ആ കാലഘട്ടത്തിലെ ആലിമായിരുന്നു. അതുപോലെ തന്നെ ഇരുത്തം വന്ന ശാസ്ത്രജ്ഞന്മാരുമായിരുന്നു, ഇരുത്തം വന്ന പണ്ഡിതന്മാരുമായിരുന്നു. രണ്ട് വിജ്ഞാനവുമുള്ളവരായിരുന്നു. അതുകൊണ്ടവർക്ക് വേഗം തന്നെ മുന്നോട്ട് നീങ്ങാൻ കഴിയും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. കാരണം ഒരു വിജ്ഞാനത്തെ തള്ളിക്കൊണ്ടല്ല, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വിജ്ഞാനം ഫീ നഫ്സിൽ ഒന്നാണ്. അതിനാണ് ഇൽമ് എന്ന് പറയുക. വാസ്തവത്തിൽ വിദ്യാഭ്യാസമാണ് ഈ ലോകത്തിന് അന്തസ്സും അഭിമാനവുമുള്ള ഒരവസ്ഥയിൽ നിലനിർത്തുന്നത് എന്ന് 8ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ കേൾപ്പിച്ചവർ നമ്മുടെ പൂർവികന്മാരായിരുന്നു, നമ്മുടെ പിതാക്കന്മാരായിരുന്നു. 8ാം നൂറ്റാണ്ടിൽ ദക്ഷിണ യൂറോപ്പിന്റെ തെക്കൻ ഭാഗമായ സ്പെയിൻ മുസ്ലിമീങ്ങൾ കീഴടക്കി. അതിനെ തുടർന്നുകൊണ്ട് ഗ്രാനഡയും അവർ കീഴടക്കി. ഗ്രാനഡ നഗരം അവർ കീഴടക്കിയപ്പോൾ മുസ്ലിം സുൽത്താൻമാർ പറഞ്ഞു, ഗ്രാനഡയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടാക്കാൻ, ഒരു ഗേറ്റ് ഉണ്ടാക്കാൻ. ആ ഗേറ്റിന്റെ മുകളിൽ അന്ന് വരെ എഴുതി വെച്ച വാക്ക് ചരിത്രകാരനായ ഹിറ്റി ചരിത്ര ലോകത്തെ അറിയിക്കുന്നുണ്ട്. ദ വേൾഡ് സപ്പോർട്ടഡ് ബൈ 4 things. 4 കാര്യങ്ങളാണ് ഒരു രാഷ്ട്രത്തെ നിലനിർത്തുന്നത്. 4 കാര്യങ്ങളാണ് ഒരു രാഷ്ട്രത്തെ നിലനിർത്തുന്നത്. ആ 4 കാര്യങ്ങളിൽ ഒന്ന് ഇൽമാണ്, രണ്ടാമത്തേത് ശാലിഹ്യങ്ങളുടെ പ്രാർത്ഥനയാണ്, മൂന്നാമത്തേത് ഭരണാധികാരിയുടെ നീതിയാണ്, നാലാമത്തേത് സർവശക്തിയുള്ള യുവാക്കളുടെ അതിസാഹസികതയാണ് എന്ന്. ഈ 4 ഉണ്ടെങ്കിലാണ് ഒരു രാഷ്ട്രം പപ്പടം പൊടിയാവാതെ കണ്ട് വളരെ മനോഹരമായി നിലനിൽക്കുക എന്ന് 8ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചവർ നമ്മുടെ പൂർവികന്മാരാണ്. അവരതിൽ ഒന്നാമതായി എഴുതി വെച്ചത് വിജ്ഞാനമാണ് ഒരു രാഷ്ട്രത്തെ നിലനിർത്തുന്നത് എന്ന്, ഏൽമാണ് ഒരു രാഷ്ട്രത്തെ, ഒരു ലോകത്തെ നിലനിർത്തുന്നത് എന്ന്. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ കുത്തക അവകാശപ്പെടാൻ ഏതെങ്കിലും ഒരു സമുദായത്തിന് അർഹതയും അവകാശവുമുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിന് മാത്രമാണ് അറിവിന്റെ കുത്തക അവകാശപ്പെടാനുള്ള അർഹത. പക്ഷേ നാം ഇടക്കാലത്തൊന്ന് ഉറങ്ങിയപ്പോൾ മറ്റു പലരും സ്ഥാനം കയ്യിലേന്തി അതോടൊപ്പം തന്നെ നമ്മളെ പിന്നോക്കത്തേക്ക് പുറകിലേക്ക് തള്ളുകയും ചെയ്തു. ഇന്നല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ നിന്നും സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് വിജ്ഞാനവേദിയിലൂടെ 100 സ്പീഡിലല്ല 120 സ്പീഡിൽ മുസ്ലിം സമുദായം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര സ്ഥാപനങ്ങൾ, എത്രയെത്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അതുപോലെയുള്ള ശാസ്ത്രീയ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ മുസ്ലിം സമുദായം ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിജ്ഞാനത്തിന്റെ ഉപാസകന്മാരാണ് നമ്മൾ.
ഇൽമിനെ ഏറ്റവും അധികം സ്നേഹിച്ചവരാ. എന്റെ പ്രിയമുള്ള, എന്റെ മുന്നിലിരിക്കുന്ന ഈ യുവ പണ്ഡിതന്മാരോട് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട കോട്ടുമലം ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് ഒരിക്കലും നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ അവസാനമല്ല, തുടക്കമാണ്. വാതിൽ നിങ്ങൾക്ക് തുറന്നു തന്നു, നക്ഷത്രം നിങ്ങൾ തന്നതോടുകൂടി ഇനി നിങ്ങൾക്ക് ഇതിലൂടെ ആ കവാടത്തിലൂടെ കടന്നു ചെല്ലണം. വിജ്ഞാനം അനന്തവിശാലമാണ്. അത് ഒരിക്കലും തന്നെ ആർക്കും തന്നെ വളച്ചു വെട്ടി ഒതുക്കി നിർത്താൻ കഴിയാത്തതാണ് ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വിജ്ഞാനത്തിലേക്ക് നിങ്ങൾ ഇനിയും ഇറങ്ങിച്ചെല്ലണം. വിശാലമായ മുതാലയിലൂടെ, പഠനത്തിലൂടെ ഇനിയും നമ്മുടെ അറിവിനെ വികസിപ്പിക്കാൻ കഴിയണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, നിങ്ങൾക്കിന്നിപ്പോൾ നന്നായിട്ട് അറബിയും അറിയാം, നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് ഉറുദു ഭാഷയും അറിയാം. ഇതെല്ലാം വിജ്ഞാന രംഗത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ഈ ആയുധം ശരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഉറുദു ഭാഷ എന്ന് പറഞ്ഞാൽ അറബിയിൽ കിതാബുള്ളതിനേക്കാൾ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ്, അറബിയിലുള്ളതിനേക്കാൾ കൂടുതലും വാസ്തവത്തിൽ കിതാബുള്ളത് ഉറുദു ഭാഷയിൽ തന്നെയാണ്. അറബിയിൽ ഏത് ഫന്നിനെല്ലാം കിതാബുകളുണ്ടോ അതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ഉറുദു ഭാഷയിൽ നമുക്ക് ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. ആ ഗ്രന്ഥങ്ങളിൽ പലതും തന്നെ കാലികമായ വിജ്ഞാനങ്ങളുള്ളതാണ്. വിശുദ്ധ ഖുർആൻ വിജ്ഞാനത്തിന്റെ സമാഹാരവും കൂടിയാണല്ലോ. അതുകൊണ്ട് എല്ലാ വിജ്ഞാനവും ഖുർആൻ ഇവിടെ വിലയിരുത്തുമ്പോൾ ആ വിജ്ഞാനത്തിനനുസൃതമായ ഗ്രന്ഥങ്ങൾ അറബിയിലും ഉറുദുവിലും ആധുനിക പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഒരു ഗ്രന്ഥത്തിന്റെ പേര് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അറുന്നുൽ ഖുർആൻ. അറുന്നുൽ ഖുർആൻ ഇത് ഉറുദുവിലുള്ള ഗ്രന്ഥമാണത്. കാരണം അത് ആ ഗ്രന്ഥം വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിക്കൊണ്ട് ഈ ബഹുമാനപ്പെട്ട ദുൽഖർനൈനിയുടെ സദ്, അദ്ദേഹത്തിന്റെ കെട്ട്, അദ്ദേഹത്തിന്റെ ഭിത്തി ശരിക്കും മനസ്സിലാവുക. ദുൽഖർനൈനിയുടെ ആ സദ് മനസ്സിലാക്കണമെങ്കിൽ, അതിന്റെ സ്ഥലം ഭൂമിശാസ്ത്രപരമായി കൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ അറുന്നുൽ ഖുർആൻ വായിച്ചാൽ ശരിയാവണ്ണം അറിയാൻ കഴിയും. മൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ച ആ ചാവുകടലുള്ള ഭാഗങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അറുന്നുൽ ഖുർആൻ ശരിയാവണ്ണം വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അല്ലാമ സുലൈമാൻ നദവി എന്ന പ്രശസ്തനായ പ്രതിഭാശാലിയായ മഹാപണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ് അറുന്നുൽ ഖുർആൻ, ഖുർആനിന്റെ ഭൂമിശാസ്ത്രം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ചരിത്രഭൂമികൾ, ആ ചരിത്രഭൂമിയിൽ സഞ്ചരിച്ചതെല്ലാം ഇന്നതിന്റെ പേര് അന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ കാലഘട്ടത്തിലുള്ളതുപോലെയല്ല ഇന്നത്തെ ഭൂമിയുടെ പേരെല്ലാം തന്നെ. ഉദാഹരണത്തിന് നാം പറയുക, മദിയൻ എന്ന് അറബികളോട് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ നാട് മദിയനാണ്. അവിടേക്കാണ് അല്ലാഹു തആല ശുഐബ് നബിയെ നിയോഗിച്ചത്. പക്ഷെ മദിയൻ എവിടെയെന്നൊരു അറബിയോട് ബഗ്ദാദിൽ ചെന്നുകൊണ്ട് ചോദിച്ചാൽ അവൻ അത് മനസ്സിലാക്കുകയില്ല. മദിയൻ, ഐഷ് മദിയൻ എന്നവൻ ഇങ്ങോട്ട് പ്രതികരിക്കും. നേരെ മറിച്ച് ഇന്ന് മദിയന്റെ പേര് സൽമാൻ പാർക്ക് എന്നാണ്. സൽമാൻ പാർക്ക് എന്നാണ്. ആ രീതിയിലാണെന്നത് പ്രസിദ്ധമാകുന്നത്. അറബി ഭൂപടം വായിക്കുന്നവർക്ക് ഇതെല്ലാം തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ വിജ്ഞാനത്തിലേക്ക് കടന്നു ചെന്നവരാണ്. കടന്നു ചെന്ന നിങ്ങൾ ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വായിക്കണം. ഉറുദുവിലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ, ഇംഗ്ലീഷിലുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ അറബിയിലുള്ള അത്യന്താധുനികമായ ഗ്രന്ഥങ്ങൾ, പല വിഷയങ്ങളെ സംബന്ധിച്ച് ലളിതമായി കൊണ്ട് വിവരിക്കുന്ന ധാരാളം അറബിയിലുള്ള കിതാബുകൾ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ ഗ്രന്ഥങ്ങളിൽ തന്നെ ആധുനികമായ പല ഗ്രന്ഥങ്ങൾ ചിലതിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മോഡേൺ അറബി നന്നായിട്ട് അറിയാൻ കഴിയും. വാസ്തവത്തിൽ അത്യന്താധുനികമായ അറബിയിലൂടെ ഇന്ന് ഗൾഫ് നാടുകളിലുള്ള ഒരു ഓഫീസിൽ ചെന്നാൽ അവിടുത്തെ മുദീറിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. വാസ്തവത്തിൽ നിങ്ങൾ ഫ്രാക്ഷൻ അറബി പഠിച്ചവരാണ്. ഫ്രാക്ഷൻ അറബി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അറബി ഭാഷയിൽ ശരിക്കും തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം വാഫി എന്ന സനദ് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തിസീസ് സമർപ്പിക്കേണ്ടിയിരുന്നു. നിങ്ങളെല്ലാം തിസീസ് സമർപ്പിച്ചവരില്ലേ? 100 പേജിൽ കുറയാത്ത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള നല്ലൊരു പ്രബന്ധം
വാസ്തവത്തിൽ അവതരിപ്പിക്കണം. എന്റെ മുന്നിലിരിക്കുന്ന 25ഓളം വരുന്ന ഈ പണ്ഡിത വിദ്യാർത്ഥികൾ അത് അവതരിപ്പിച്ചവരാണ്. വാസ്തവത്തിൽ അതിനവർക്ക് നെറ്റിൽ നോക്കേണ്ടി വരും. നെറ്റിലൂടെ പലപ്പോഴും തന്നെ സബ്ജക്റ്റ് കിട്ടാൻ കഴിയും. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ ദീനീ വിജ്ഞാന രംഗത്ത് വലിയൊരു ബസാറത്താണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ബസാറത്ത് വികസിപ്പിക്കാൻ നാം ഇവിടെ തയ്യാറാകണം. ഇമാം ഇബ്നു സീന, ഷെയ്ഖ് ഇബ്നു സീന എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതന് ഫൽസഫന്റെ കിതാബുകളിൽ ഞങ്ങളെല്ലാം പഴയകാലത്ത് കിതാബ് ഓതിയവരാണ്. പഴയകാലത്ത് പഴയ ശൈലിയിൽ പഠിച്ചവരാണ്. പഴയ ശൈലിയിൽ പഠിച്ച പലരിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് ഇബ്നു സീന. ഇന്ന് ഇബ്നു സീന അറിയുന്നത് ഡോക്ടർ അവിസിന്ന എന്ന പേരിലാണ്. അദ്ദേഹത്തിന്റെ പ്രമാദം, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കിതാബാണ് അൽ ഖാനൂനു ഫി തിബ്ബ്. ഇന്ന് അൽ ഖാനൂനു ഫി തിബ്ബിന്റെ അറബി കോപ്പി എവിടെയും കാണുകയില്ല. ഇന്നത് ഇംഗ്ലീഷിലാണ് കാണുക. കാനൻസ് ഓഫ് മെഡിസിൻ, കാനൻസ് ഓഫ് മെഡിസിൻ. കാരണം അലോപ്പതിയുടെ ഗൈഡായിക്കൊണ്ട് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും പാരീസ് യൂണിവേഴ്സിറ്റി സ്വീകരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു സീനയുടെ അൽ ഖാനൂനു ഫി തിബ്ബ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. 20 വയസ്സായപ്പോഴേക്കോ 100 ചില്ലാനമുള്ള കിതാബാണ് ഇബ്നു സീന എഴുതിയത്. വലിയ പ്രതിഭാശാലിയാണ്, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ഇബ്നു സീന വൈദ്യശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ഗവേഷണം നടന്നത്. മരുന്നിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പഠനം നടത്തിയത്. അദ്ദേഹത്തെ സംബന്ധിച്ച് സോവിയറ്റ് റഷ്യയിൽ വലിയ ഡോക്ടർ എന്നുള്ള പ്രശസ്തിയാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ നാട് സോവിയറ്റ് റഷ്യയായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ഇമാം ബുഖാരിയുടെ നാടായ, ഇമാം തിർമിദിയുടെ നാടായ, അതുപോലെ തന്നെ ഷെയ്ഖ് അൽബറൂനിയുടെ നാടായ ഉസ്ബെക്കിസ്ഥാനാണ് അദ്ദേഹത്തിന്റെ ഈ നാട്. ഈ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് അദ്ദേഹം പഠിച്ച് 20 വയസ്സായപ്പോഴേക്കോ ലോക പ്രശസ്തനായി അക്കാലത്തുണ്ടായ ഒരു ചെറിയ സംഭവം നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. റഷ്യൻ ചക്രവർത്തിക്ക് ഒരു മാരക രോഗം വന്നു. രോഗമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിൻഭാഗത്ത് വലിയ ഒരു കുരുവുണ്ടായി. ആ കുരു അങ്ങ് പഴുത്ത് വൃണമായി, വേദന അസഹ്യമായി. വേദന അസഹ്യമായതോടുകൂടെ തന്നെ പല ഡോക്ടർമാരും അദ്ദേഹത്തെ പരിശോധിക്കാൻ വേണ്ടി വന്നു. പക്ഷേ ചക്രവർത്തിക്ക്, ഈ റഷ്യൻ ചക്രവർത്തിക്ക് ഒരു ശാഠ്യമുണ്ട്. അദ്ദേഹം പറയും, മരുന്ന് ഞാൻ കഴിക്കില്ല എന്ന്. മരുന്ന് ഞാൻ കഴിക്കില്ല, പുരട്ടാനുള്ള മരുന്നും കഴിക്കില്ല, അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നും കഴിക്കില്ല. അല്ലാത്ത വല്ലതും എനിക്ക് നൽകണമെന്ന്. അല്ലാത്തത് പിന്നെന്താ നൽകാൻ കഴിയുക? ഒന്നുകിൽ മരുന്ന് ഉള്ളോട്ട് കഴിക്കണം, അതല്ലെങ്കിൽ മരുന്ന് പുറത്തുനിന്ന് പുരട്ടണം. ഇത് രണ്ടും സമ്മതിക്കുകയില്ല അദ്ദേഹം. പല ഭാഗത്തുനിന്നും ഡോക്ടർമാർ വന്നു. പക്ഷേ അവരെല്ലാം ദേഷ്യം പിടിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയാണുണ്ടായത്. അവസാനം ആരോ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവായ ഡോക്ടറുണ്ട്, അദ്ദേഹം റഷ്യയിലാണ് തന്നെയാണുള്ളത്, ഉസ്ബെക്കിസ്ഥാനിലാണുള്ളത്, നമുക്ക് അദ്ദേഹത്തെ വിളിക്കാമെന്ന്. അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി പോയി. വിളിക്കാൻ പോയത് ചക്രവർത്തിയുടെ വലിയ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അവർ ചെന്ന് ഈ ഡോക്ടറുടെ അരികത്ത് ഷെയ്ഖ് ഇബ്നു സീന എന്ന യുവാവിന്റെ അരികെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് അത്ര കണ്ണിൽ പിടിച്ചില്ല. താടിയും മീശയും വന്നിട്ടില്ല. ചെറിയ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. ഈ ഇദ്ദേഹത്തെയാണോ മഹാരാജാവിന്റെ അരികത്തേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നത്? പലരും രാജാവിന് ഇഷ്ടപ്പെടാതെ കണ്ട് തള്ളിയ സമയമാണത്. ഈ സമയത്ത് ഈ സാധാരണ ഈ ചെറുപ്പക്കാരന് അതും താടി മുളച്ചിട്ടില്ല, മീശയും വന്നിട്ടില്ല, കാലിന്റെ ചുവപ്പ് നിറവും മാറിയിട്ടില്ല. അത്രയും ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ കൊണ്ടുചെന്നാൽ രാജാവ് തന്നെ നമ്മൾ അത് ക്ഷമിക്കില്ലേ എന്ന്. അവസാനം ഏതായിരുന്നാലും ഡോക്ടറോടൊന്ന് സംസാരിക്കാം. ഇബ്നു സീനയോട് ഇവർ സംസാരിച്ചപ്പോൾ ഇബ്നു സീന പറഞ്ഞു, ഞാൻ ചികിത്സിക്കാം എന്ന്. ഞാൻ ചികിത്സിക്കാമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, നമ്മുടെ രാജാവിന്, നമ്മുടെ റഷ്യൻ ചക്രവർത്തിക്ക് ഇങ്ങനൊരു ഡിമാൻഡുണ്ട്, മരുന്നുള്ളോട്ട് കഴിക്കില്ല, പുറത്ത് മരുന്നൊന്നും തേക്കുകയുമില്ല എന്ന്. കുറുവാണെങ്കിലോ വലുതായിരിക്കുന്നു, അത് പഴുത്തിരിക്കുന്നു, അതിന്റെ വേദന ചക്രവർത്തിക്ക് അസഹ്യമായി അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്.
അതിന്റെ മുകളിൽ അദ്ദേഹം ഒരു മരുന്ന് തേക്കാൻ അനുവദിക്കുകയില്ല. ഇനി ഉള്ളോട്ട് വല്ല മരുന്നും കഴിക്കാനോ അതും അദ്ദേഹം അനുവദിക്കുകയില്ല. അങ്ങനെയല്ലാത്ത വല്ല ചികിത്സയും നിങ്ങൾക്ക് നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഇബ്നു സീന പറഞ്ഞ വാക്ക് കഴിയും എന്നാണ്. എനിക്കതിന് സാധിക്കും, ഞാൻ വരാം, പക്ഷെ എനിക്കൊരു ഡിമാൻഡുണ്ട്, ആ ഡിമാൻഡ് അംഗീകരിച്ചെങ്കിലേ വരികയുള്ളൂ. അവർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്, നിങ്ങളുടെ ഷർത്ത് എന്താണെന്ന്. അപ്പോൾ ഇബ്നു സീന പറഞ്ഞു, 40 ഒട്ടകം എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അയക്കണം എന്ന്. അപ്പോൾ വന്നവർ ചോദിച്ചു, നിങ്ങളെ ചികിത്സിക്കാൻ 40 കൂട്ടിക്കൊണ്ടുപോകാൻ എന്തിനാ 40 ഒട്ടകത്തിന്റെ ആവശ്യം? ഒരു ഒട്ടകം പോരെ, അതിന്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് പോയാൽ പോരാ, 40 ഒട്ടകം വേണം. അപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണിത് എന്ന്. അദ്ദേഹം പറഞ്ഞു, എന്റെ കുടുംബത്തെ കൊണ്ടുപോകാനല്ല, ഞാൻ ഒരാഴ്ചകാലം കൊട്ടാരത്തിൽ ജീവിക്കും. ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ഒരാഴ്ചകാലം ആണ് ഞാൻ അവിടെ ജീവിക്കുന്നത്. പക്ഷെ എന്റെ ചികിത്സ ഒരു 10 മിനിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 10 മിനിറ്റ് ഉണ്ടാകും, ബാക്കിയുള്ള സമയങ്ങളെല്ലാം എനിക്ക് വെറുതെയാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ എനിക്കൊരു ജോലിയുമില്ല. അതുകൊണ്ട് വേണ്ടത് എന്റെ ഇവിടെയുള്ള ലൈബ്രറിയിലെ കിതാബുകൾ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോകണം. ആ കിതാബുകൾ മുത്താല ചെയ്തുകൊണ്ടിട്ട് എന്റെ സമയം എനിക്ക് വിനിയോഗിക്കണം എന്ന്. അപ്പോഴാണ് അവർ ഞെട്ടിയത്. ഉടനെ പറഞ്ഞു, എന്നാൽ ആവാമെന്ന് ചക്രവർത്തിയോട് പറഞ്ഞു. ചക്രവർത്തി 40 ഒട്ടകത്തെ കൊടുത്തയച്ചു. ആ 40 ഒട്ടകപ്പുറത്ത് കിതാബുകളെല്ലാം ഏറ്റി 41ാമത്തെ ഒട്ടകപ്പുറത്ത് ഈ ഷേഖ് ഇബ്നു സീനയും കയറിക്കൊണ്ട് റഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. ആളുകളെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ രാജാവിന് തീരെ തന്നെ പരിഗണനയുണ്ടായില്ല. ഒരു ചെറിയ ചെക്കൻ, ചെറിയ ഒരു ചെറുപ്പക്കാരൻ, ഇദ്ദേഹമാണോ എന്നെ ചികിത്സിക്കാൻ പോകുന്നത്? അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പേർ ഇബ്നു സീന. ഇബ്നു സീന മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരു മരുന്നും ഞാൻ ഉള്ളോട്ട് കഴിക്കില്ല. ഇബ്നു സീന മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരു ഓയിൽമെന്റും ഒരു തൈലവും ഒരു മരുന്നും ഞാൻ എന്റെ ദേഹത്തിൽ പുരട്ടാനും അനുവദിക്കില്ല. അതല്ലാത്ത ചികിത്സ നടത്താൻ കഴിയുമോ? കഴിയുമല്ലോ. ചികിത്സ ഏതെല്ലാം രീതിയിലുണ്ട്, എന്നാൽ അതാവട്ടെ എന്ന്. ചികിത്സ നമുക്ക് നാളെ തുടങ്ങാം. കിതാബുകളെല്ലാം തന്നെ നടക്കി വെച്ചു. അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ വലിയ വിശാലമായ റൂം അനുവദിച്ചു കൊടുത്തു. ആ മുറിക്കുള്ളിൽ അങ്ങ് കിതാബുകളെല്ലാം വെച്ചപ്പോൾ അതൊരു ലൈബ്രറി പോലെയായി, ഒരു കുത്തുബഖാന പോലെയായി. ഉടനെ തന്നെ ഈ മനുഷ്യൻ ലഭ്യമാണെങ്കിൽ അവിടെ വെച്ച് ചികിത്സ നടത്താമെന്ന്. ഉടനെ തന്നെ കൊട്ടാരത്തിൽ പറ്റുന്ന സൗകര്യപ്രദമായ റൂമുണ്ട്, ആ റൂമിൽ വെച്ചാവാമെന്ന് ചക്രവർത്തിയും. ഉടനെ തന്നെ ചക്രവർത്തി പറഞ്ഞു, ഇപ്പോൾ തന്നെ ആയിക്കൂടെ, എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ കഴിയുന്നില്ല. നാളത്തോടുകൂടി ആകുമ്പോഴേക്കും ഞാൻ വേദന അസഹ്യമായിട്ട് ഞാൻ പടഞ്ഞു മരിച്ചു പോകും. അദ്ദേഹം പറഞ്ഞു, നാളെ ചികിത്സ തുടങ്ങുകയുള്ളൂ എന്ന്. ഉടനെ തന്നെ പിറ്റേന്ന് രാവിലെ ചികിത്സക്കുള്ള സാഹചര്യം ഒരുക്കി. വൈദ്യർക്കിരിക്കാൻ ഒരു കസേല, രോഗിക്ക് ഇരിക്കാൻ ഒരു കസേല. എന്നിട്ട് രോഗിയുടെ 2 ഭാഗത്തും വിശറി കൊണ്ട് വീശിക്കൊടുക്കാൻ 2 പേരെയും. ഇതാണ് വൈദ്യരുടെ നിർദ്ദേശം. രോഗി ഇരിക്കണം, അതുപോലെ തന്നെ എനിക്കിരിക്കാനും വേണ്ടിയുള്ള ഒരു ചെയർ വേണം. അതുപോലെ തന്നെ രോഗി ആരാണ്? ചക്രവർത്തിയാണ്. ചക്രവർത്തിക്ക് ആഡംബരം നിറഞ്ഞ വലിയ ഒരു ചെയർ ഇരിക്കാനുള്ള ഒരു സൗകര്യമുണ്ടാക്കി. 2 ഭാഗത്ത് നിന്നുകൊണ്ടിട്ട് വിശറി കൊണ്ടിങ്ങനെ വീശാനും തുടങ്ങി. വിശറി കൊണ്ടിങ്ങനെ വീശിക്കൊണ്ടിരുന്നു. വീശിപ്പോയും വേണം. അതിനിടയിലാണ് ചികിത്സ. ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇബ്നു സീന തന്റെ ബാഗിൽ നിന്ന് ഒരു മരുന്നെടുത്തു. ആ മരുന്നെടുത്തുകൊണ്ടിട്ട് അദ്ദേഹം തന്റെ കയ്യിലങ്ങ് വെച്ചു. കയ്യിൽ വെച്ചുകൊണ്ടിട്ട് അതങ്ങ് പൊടിച്ചു വെച്ചങ്ങോട്ട് വരതിയപ്പോൾ ഇവരിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. വീശിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സാധനത്തിന്റെ പൊടി, അതിന്റെ ധൂമപടലങ്ങൾ ഇദ്ദേഹത്തിന്റെ ആ കുരുവിന്മേലങ്ങ് പതിയുന്നു. അതങ്ങ് അതിന്മേൽ പതിയുന്നു. ഉടനെ തന്നെ ചികിത്സ നിന്നു. ചികിത്സ കഴിഞ്ഞു. ഇനി പിറ്റേന്നും അങ്ങനെ തന്നെ, പിറ്റേന്നും അതുപോലെ തന്നെ. 3ാമത്തെ ദിവസം കുരു അങ്ങ് പൊട്ടി ഒലിച്ചതോടുകൂടി അതിന്റെ എല്ലാം ഒലിക്കാൻ തുടങ്ങി.
മൂന്നാമത്തെ ദിവസം ഒരു ചെറിയ കരിങ്കൽ കഷ്ണം കൊണ്ടുവന്നു. ആ കരിങ്കല്ലിന്റെ മുകളിൽ വേറൊരു മരുന്ന് വെച്ചു. ആ മരുന്ന് അദ്ദേഹം ഇങ്ങനെ വരതാൻ തുടങ്ങി. ഈ വരതാൻ തുടങ്ങുന്നതിനിടയിൽ ഇവരിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. വീശുമ്പോൾ അതിന്റെ സ്മെല്ല് ഈ മുറിയുടെ മുകളിൽ, വൃണത്തിന്റെ മുകളിൽ ചെന്നടിക്കുകയാണ്. അങ്ങനെ അടിച്ച് ഏതാണ്ട് അതും ഒരു 3 ദിവസമായപ്പോൾ വാസ്തവത്തിൽ അതിന്റെ ഉള്ളിലെല്ലാം പുറത്തേക്ക് വന്ന് ഉണക്കവും തുടങ്ങി. രാജാവിന് എന്തൊന്നില്ലാത്ത സന്തോഷം, ചക്രവർത്തിക്ക് എന്തൊന്നില്ലാത്ത സന്തോഷം. ഉള്ളോട്ട് മരുന്ന് കഴിക്കേണ്ടി വന്നില്ല, പുറത്ത് മരുന്ന് പുരട്ടേണ്ടിയും വന്നില്ല. ഇദ്ദേഹം വളരെ മിടുക്കനാണ്. പേര് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ കുടുംബത്തെപ്പറ്റി ചോദിച്ചു. ഉടനെ തന്നെ പോകാൻ നേരത്തൊരു പാരിതോഷികം കൊടുക്കാമെന്ന് വെച്ചു. പാരിതോഷികം എന്താവണമെന്ന് റഷ്യൻ ചക്രവർത്തി മറ്റു മന്ത്രി പുണ്യവന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും അടിച്ചിട്ട് കൊടുക്കുക. അവസാനം ചക്രവർത്തി പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് റഷ്യയുടെ പ്രധാനമന്ത്രി പദം ഈ യുവാവിന് നൽകാനാണ് എന്ന്. അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കട്ടെ, നമ്മുടെ കൊട്ടാരത്തിൽ അദ്ദേഹം താമസിക്കട്ടെ, എന്നിട്ട് റഷ്യയുടെ ഭരണം ഈ ചെറുപ്പക്കാരൻ ഏറ്റെടുക്കണം, പ്രധാനമന്ത്രി പദം കൊടുക്കാമെന്ന്. അപ്പോൾ അവസാനം ഉദ്യോഗസ്ഥന്മാരെല്ലാം അത് സമ്മതിക്കുക മാത്രമല്ല അത് അംഗീകരിക്കുകയും ചെയ്തു. പിറ്റേന്ന് കിതാബുകളെല്ലാം എടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ച് പോകാൻ തിരിയുമ്പോൾ രാജാവ് ചക്രവർത്തി പറയുകയാണ്, പ്രിയപ്പെട്ട വൈദ്യരെ, നിങ്ങൾക്കൊരു പാരിതോഷികം തരാൻ പോകുന്നു. ഈ വാട്ടത്തിന്റെ പ്രധാനമന്ത്രി പദം നിങ്ങളെ ഏൽപ്പിക്കാനാണ് ചക്രവർത്തി ആഗ്രഹിക്കുന്നത് എന്ന്. ഷേഖ് ഇബ്നു സീന പറഞ്ഞു, പാടില്ല, ഞാനൊരു അക്കാഡമിക് മനുഷ്യനാണ്. വാസ്തവത്തിൽ ഞാനൊരു പൊളിറ്റിക്സ് അറിയുന്ന ആളല്ല, ഞാൻ രാഷ്ട്രീയം അറിയുന്ന ആളല്ല, എനിക്ക് ഭരിക്കാൻ അറിയുകയില്ല. ഞാനൊരു പണ്ഡിതനാണ്, പണ്ഡിത വിദ്യാർത്ഥിയുമാണ്. എന്റെ വേദിയും എന്റെ ഫീൽഡും മറ്റൊന്നാണ്. അതിൽ കൂടെയല്ലാതെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അതെനിക്കൊരിക്കലും പറ്റില്ല, ഞാനത് സ്വീകരിക്കില്ല. അപ്പോൾ ഇനി ഇന്ത്യത്തിന് എന്തു കൊടുക്കണം? ഉടനെ തന്നെ ചക്രവർത്തി തീരുമാനിച്ചു, ഒരു വലിയ ചാക്ക് നിറയെ സ്വർണ്ണക്കട്ടിയും തങ്കക്കട്ടിയും. ഇനി ജീവിതകാലം മുഴുവനും അദ്ദേഹം ഒരാളിലേക്ക് ആശ്രയിക്കരുത്, ഈ സമ്പത്ത് കൊണ്ട് കഴിയണമെന്നും പറഞ്ഞ് സ്വർണ്ണക്കട്ടിയും തങ്കക്കട്ടിയും അടങ്ങിയ വലിയ ഒരു ചാക്ക് വലിയൊരു സഞ്ചിയിലാക്കി ഒട്ടകത്തിന്റെ പുറത്ത് വെച്ചപ്പോൾ ഇബ്നു സീന ചോദിച്ചു, ഇതെന്താണ് എന്ന്. ഇത് ചക്രവർത്തിയുടെ പാരിതോഷികമാണ് രോഗം മാറ്റിയതിൽ. എന്താണ് ഈ പാരിതോഷികം? അത് സ്വർണ്ണക്കട്ടിയും തങ്കക്കട്ടിയുമാണ് എന്ന്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും കഴിഞ്ഞുകൂടാനുള്ള സമ്പത്താണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ചക്രവർത്തിയെ കാണട്ടെ എന്ന്. പ്രിയപ്പെട്ട ചക്രവർത്തി, എനിക്കതൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് വല്ല പാരിതോഷികവും എനിക്ക് തരണമെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, അത് തന്നാൽ മതി എന്ന്. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, ഈ തങ്കക്കട്ടിയുടെയും സ്വർണ്ണക്കട്ടിയുടെയും കൂമ്പാരത്തേക്കാൾ വലിയ പാരിതോഷികം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, ഇവിടത്തെ കൊട്ടാര ലൈബ്രറിക്കുള്ളിൽ ഇമാം തൂസിയുടെ കിതാബ് ഷിഫ എന്ന് പറയുന്ന 20ഓളം പേജുള്ള ഒരു കിതാബുണ്ട്. ആ കിതാബിന് വേണ്ടി വളരെ കാലമായി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഈ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. എനിക്ക് ആ കിതാബ് ഷിഫയുടെ ഒരു കോപ്പി പകർത്തെഴുതുന്നവരെ കൊണ്ടുവന്നാൽ, അന്ന് പ്രിന്റിംഗ് ഇല്ല, അച്ചടിയൊന്നുമില്ല, അതുകൊണ്ടിട്ട് അത് പകർത്തെഴുതുന്നവരെ കൊണ്ടുവന്ന് ആ കിതാബ് ഷിഫയുടെ കോപ്പി നൽകുകയാണെങ്കിൽ പ്രിയപ്പെട്ട ചക്രവർത്തി, നിങ്ങളുടെ റഷ്യയും അതല്ലാത്ത ലോകവും എനിക്ക് നൽകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും അധികം ഉത്തമമായത് ആ കിതാബാണ് എന്ന്. ഉടനെ തന്നെ ചക്രവർത്തി അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം വേഗം ഉദ്യോഗസ്ഥന്മാരോട് ഉത്തരവിട്ടു, പകർപ്പ് കൊടുക്കേണ്ട, ഒറിജിനൽ കോപ്പി തന്നെ കൊടുക്കാമെന്ന്. ആ ഒറിജിനൽ അദ്ദേഹത്തിന് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം മാറോട് അണച്ചുപിടിച്ചുകൊണ്ടാണ് തന്റെ വട്ടപ്പുറത്ത് കയറിയത്. ഇതാണ് നമ്മുടെ പൂർവികന്മാർ. അവർ ഇൽമിന് ഇഷ്ക് വെച്ചവരായിരുന്നു, ഇൽമിന്റെ മുമ്പിൽ അവർ ആശിക്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മാഷൂക്കായ ഇൽമിന് അവർ ഇഷ്ടം പോലെ കിട്ടി. എന്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാരെ, നിങ്ങൾ ഇനിയും വിജ്ഞാന ലോകത്തേക്ക് നീങ്ങണം.
ഈ നീന്തൽ ഇവിടം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ മുസ്ലിം കേരളത്തിന് ദീനും ദുനിയാവും അറിഞ്ഞ നല്ലൊരു തലമുറയെ വാർത്തുവിടുന്നതിൽ ഈ സ്ഥാപനം ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാജാതിരാജനായ അല്ലാഹു ഇനിയും ഈ സ്ഥാപനത്തിന് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ശംസുൽ ഉലമായുടെ പേരുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കറാമത്തായിക്കൊണ്ട് ഈ സ്ഥാപനം ഉയരാതിരിക്കുകയില്ല. പടച്ച തമ്പുരാൻ ഇതിനെ സഹായിക്കുന്നവർക്കും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർക്കോ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നാം ഇൽമിനാണ് ഹിദ്മത്തെടുക്കുന്നത്. പടച്ചവൻ യഥാർത്ഥ ഇൽമിന്റെ ഖാദിമുകളിൽ നമ്മളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.